നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും KCN അതിഥി പരിപാടിയുടെ ഈ ലക്കത്തേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ അതിഥി ഉദുമയിലെ ഉദുമ മണ്ഡലം MLA K. കുഞ്ഞിരാമൻ. നമസ്കാരം. നമസ്കാരം. കുഞ്ഞിരാമേട്ടൻ KV കുഞ്ഞിരാമന് ശേഷം വരുന്ന MLA എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങളിൽ അല്ലെങ്കിൽ KV കുഞ്ഞിരാമൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടാകാം. എന്താണ് കുഞ്ഞിരാമേട്ടൻ ഉദുമ മണ്ഡലത്തിൽ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട വികസന കാര്യങ്ങൾ? ഉദുമ മണ്ഡലത്തില് കഴിഞ്ഞ 10-20 വർഷമായി LDF ജയിച്ചു വരുന്ന മണ്ഡലമാണ്. 10 കൊല്ലക്കാലം രാഘവൻ, 10 കൊല്ലക്കാലം KV കുഞ്ഞിരാമനും അവിടുത്തെ പ്രതിനിധിയായി. ആ മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുമുമ്പ് പുരുഷോത്തം വക്കീല് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും പുരുഷോത്തം വക്കീൽ 2 പ്രാവശ്യം MLA ആകുമ്പോഴാണ് ആ മണ്ഡലം ആകെ ചെയ്തത്. അങ്ങനെ പോയ MLA-മാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു മണ്ഡലമാണ്. മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് കാസർഗോഡിനെ അപേക്ഷിച്ച് നല്ല പുരോഗതി വന്നൊരു മണ്ഡലമാണ് ഉദുമ എന്നാണ് പൊതുവിൽ ആളുകൾക്ക് വെപ്പ്. പക്ഷെ ഇവരൊക്കെ MLA ആക്കുന്ന കാലത്ത് ഇടത് വർഷകാലത്ത് വേണ്ടി ഗവൺമെന്റ് ആകുന്ന കാലത്ത് എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. ഉദാഹരണം ഇപ്പോൾ 10 കൊല്ലം ഇപ്പോൾ കുഞ്ഞിരാമൻ MLA ആയി. അതിൽ 5 കൊല്ലക്കാലം UDF കുഞ്ഞിരാമൻ പ്രതിപക്ഷമായിരുന്നു. ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. UDF-ന്റെ ഗവൺമെന്റ് MLA-മാർക്ക് കൊടുക്കുന്ന MLA ഫണ്ട് അന്ന് 50 ലക്ഷം റുപ്യായിരുന്നു. അത് 25 പിന്നെ 50 ആക്കി. അതിന് വ്യത്യസ്തമായി ഗവൺമെന്റ് പോയി LDF-ന്റെ ഗവൺമെന്റ് വന്നപ്പോൾ കേരളത്തിലാകെ വലിയ മുന്നേറ്റമാണ് ഈ വികസന രംഗത്തും മറ്റൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിൽ പരമാവധി അത് നേടിയെടുക്കാൻ കുഞ്ഞിരാമന് കഴിഞ്ഞിരിക്കുന്നത്. അതിന് പരമായി നല്ല വികസനമാണ്. അത് LDF-ന്റെ ഗവൺമെന്റ് നമ്മളാണ്. LDF-ന്റെ ഗവൺമെന്റ് പോയി ഇപ്പോൾ UDF-ന്റെ ഗവൺമെന്റാണ്. ഞാനൊരു ആ പ്രതിപക്ഷ MLA-ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് വെച്ച് എങ്ങനെ ഇതിനെ തരണം ചെയ്യാമെന്നതിനെ കുറിച്ച് ഞാൻ ഗൗരവിക്കുകയാണ്. പിന്നെ ഞാനൊരു MLA ആവുമ്പോൾ ഇങ്ങനെ പുതുതായി വന്നിരുന്നതല്ല. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പൊതുപ്രവർത്തനാണ്. ആ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യവും അതിൻ്റെ ഒരു പരിചയം വെച്ച് ഞാൻ പരമാവധി ഈ രംഗത്തും ഒരുപാട് ആഗ്രഹിക്കുന്നു. അങ്ങനെ നല്ല ശ്രമം നടത്തുകയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്നെ എല്ലാവരും സഹായിക്കണമെന്ന് തോന്നുന്നു. നിങ്ങളെപ്പോലെ പത്രപ്രവർത്തകന്മാരും അതുപോലെ ചാനലുകാരും കൂടി എല്ലാവരും സഹായം വേണം. സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിൽ UDF ആണെങ്കിൽ എന്നതുകൊണ്ട് അവരെ ഇപ്പോൾ ഭരണം തുടങ്ങിയതേ ഉള്ളൂ. ആ ഭരണം എങ്ങനെ ഒരു മാസം പിന്നിട്ടല്ലോ. അപ്പോൾ ആ ഭരണം തുടങ്ങിയല്ലോ. ഇപ്പോൾ ആ ഭരണം എങ്ങനെ ഭരണകക്ഷിയോടും പ്രതിപക്ഷത്തോടും അവരെ പ്രതികരണം എന്നില്ല അങ്ങോട്ടല്ലേ വികസനപരമായ കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി കഴിയാം. നന്നായി ഇടപെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുറേ കാലം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ പാർട്ടി സെക്രട്ടറി മാത്രം ജോലി നോക്കിയ ഒരാളല്ല. ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിലെല്ലാം എല്ലാ ഓഫീസുകളും കയറി ഞാൻ ഇങ്ങനെ പരിചയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. സാധാരണ ഈ സെക്രട്ടറിമാർ പറഞ്ഞാൽ സംഘടനാകാര്യം മാത്രം നോക്കി നടക്കുന്നവരാണ്. എനിക്ക് അതുകൊണ്ട് ഞാനൊരു പൊതുപ്രവർത്തകന്റെ ചുമതല ഞാൻ കൃത്യമായി നിർവഹിച്ച് പരിചയമുള്ള ഒരാളെ നിലക്ക് എനിക്ക് ഈ പഴയ സഖാക്കളുടെ പോയ മെമ്പർമാരുടെയൊക്കെ എൻ്റെ അനുഭവം വെച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ മുൻതൂക്കം ഏതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു മുൻതൂക്കം കൊടുക്കേണ്ട ഒരു പ്രശ്നം മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നില്ല. പ്രധാനമായി ഇപ്പോൾ കുടിവെള്ളമാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒന്ന് BRDC-യിലെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. അതുപോലെ അടുത്ത കാലത്തായിട്ട് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയവർ. അത് ചെമ്മനാട്, ഉദുമ, പള്ളിക്കര, അജാനൂർ. അപ്പോൾ അജാനൂർ ഇപ്പോൾ അപ്പുറത്ത് പോയെങ്കിലും ആ 4 പഞ്ചായത്തുകളാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ 3 പഞ്ചായത്തും എൻ്റെ മണ്ഡലത്തിലാണ്. അപ്പോൾ ഈ കുടിവെള്ള പദ്ധതി ഇപ്പോൾ റിസോർട്ടുകൾ കൊടുക്കാനേക്ക് തുടങ്ങിയില്ലല്ലോ. പബ്ലിക്കിന് കൊടുക്കാൻ തുടങ്ങിയില്ല. പബ്ലിക്കിന് കൊടുക്കണമെന്ന രീതിയിലാണ് അത് തുടങ്ങിയതും അതിൻ്റെ കരാറൊക്കെ ഉണ്ടാക്കിയത്. വാട്ടർ അതോറിറ്റിയായി ഞങ്ങൾ സംസാരിച്ചുകൂടെ കാര്യം പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പബ്ലിക്കിന് എത്ര കൊണ്ട് കൊടുക്കാൻ വേണ്ടി കഴിയുമെന്നതിനെക്കുറിച്ച് അടുത്ത മാർച്ചിന് മുമ്പായി പരിഹരിക്കാമെന്ന രീതിയിലാണ് ഇപ്പോൾ അവർ സംസാരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി ഇടപെട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി പിന്നെ അത് കുറച്ച് വിപുലപ്പെടുത്തി ഈ 3 പഞ്ചായത്തിൻ്റെ അകത്തിലെ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുമോ എന്നൊരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ കിഴക്കൻ ഭാഗത്ത് പ്രത്യേക രാമങ്കയം എന്നൊരു കുടിവെള്ള പദ്ധതി ഉണ്ട്. വേടക പഞ്ചായത്തിന് കുറ്റിക്കോലിന് ബോർഡറിലാണ്. അതുണ്ടായ കുറ്റിക്കോൽ ഭാഗം 2 പഞ്ചായത്തുകൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്നാണ് തോന്നുന്നു. അതിന് വാട്ടർ അതോറിറ്റിയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഈ വാട്ടർ അതോറിറ്റി എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നിങ്ങൾക്കറിയാം വള്ളത്തുങ്കാല് വലിയൊരു വാട്ടർ ടാങ്ക് കെട്ടിയിട്ട് കൊല്ലം 10ആയി ഇതുവരെ വെള്ളം കൊടുത്തില്ല. വെള്ളം കിട്ടുമോ എടുത്തേക്ക് അതിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ടല്ല വാട്ടർ ടാങ്ക് കെട്ടിക്കളഞ്ഞു. 10-15 കൊല്ലമായി വാട്ടർ ടാങ്ക് കെട്ടിയിട്ടാണ് ഇങ്ങനെ നിശ്ചലമായി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ. അപ്പോൾ അതൊക്കെ പരിഹരിച്ചിട്ട് എങ്ങനെ ഇത് ജനപ്രകാരമാക്കാൻ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി കഴിയുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ മുളിയാറൻ തേലമ്പാടി
2 പഞ്ചായത്തുകളിൽ ഇതുപോലെ ചില പ്രശ്നങ്ങളുണ്ട്. അത് അവിടെയും പ്രത്യേക ഒരു പദ്ധതി കൊണ്ടുവന്ന് പരിഹരിക്കാൻ വേണ്ടി കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ പ്രശ്നം മുളിയാറും ദേലമ്പാടിയിലാണ്. അതൊക്കെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എളുപ്പത്തിൽ നിന്ന് ഒരു കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ ഒരു MLA ടൈമിൽ കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി കേസൊന്നുമില്ല. അത് പരമ്പരാഗതമാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കുറേ കാലം പിടിക്കും എന്നാണ് തോന്നുന്നത്. ഈ ദേലമ്പാടി പറഞ്ഞു വരുമ്പോൾ പാണ്ടി ഭാഗങ്ങളുണ്ട്. പാണ്ടിന്ന് ഇപ്പോഴും പാലം ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഒരു തൂക്കുപാലത്തിന്റെ മാത്രം ആശ്രയിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. പാണ്ടി മഞ്ഞമ്പാറ എന്ന് പാണ്ടിയിലേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു തൂക്കുപാലത്തിലൂടെ. മഞ്ഞമ്പാറ ഈ ഹൈവേന്ന് പാണ്ടി പോകുന്ന തൂക്കുപാലമുണ്ട്. അപ്പൊ ആ തൂക്കുപാലം വളരെ പഴയതുമാണ്. ആ തൂക്കുപാലം പിന്നെ പുതുക്കി പണിയണമെന്നും റോഡ് പാലം വേണമെന്നൊക്കെ അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ അത് ന്യായമായ ആവശ്യമാണ്. പക്ഷെ അപ്പോഴൊക്കെ കുറച്ച് മേലെ അടൂർ പാലം വന്നിട്ടുണ്ട്. അടൂർ പാലം കെട്ടുമ്പോൾ തന്നെ ഈ പ്രശ്നം ഉണ്ടായതായിരുന്നു. ഈ മഞ്ഞമ്പാറത്തേക്ക് പിന്നെ പാലം വേണമെന്നും അങ്ങേ ഭാഗത്ത് വേണമെന്നൊക്കെ വലിയ തർക്കമുണ്ടായ പ്രശ്നങ്ങളായിരുന്നു. അത് പി രാഘവൻ MLA ആയിരിക്കുന്ന കാലത്താണ് അതിന് നടപടി പൂർത്തീകരിച്ചത്. നയനാർ മുഖ്യമന്ത്രി ആവുന്ന കാലത്ത് നടപടി പൂർത്തീകരിച്ച് അവസാനം എല്ലാവരും കൂടി ആലോചിച്ചത് അപ്പുറത്ത് മതിയെന്നില്ലാണ്. പക്ഷെ ഇപ്പോഴും അത് ശക്തിയിലൊരു പ്രദേശം തന്നെയാണ്. പറ്റുമെങ്കിൽ മുൻഗണന പിന്നെ നല്ല പരിഗണന കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടി കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നല്ല എമൗണ്ട് വരുന്ന പാലം, വലിയ ചെറിയ പൈസ കൊണ്ടൊന്നാവുന്ന പാലങ്ങളല്ല, വലിയ എമൗണ്ട് വേണം. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നബാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നബാർഡിന്റെ ജീവമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കുറച്ച് ഫണ്ട് കിട്ടുമെങ്കിൽ ഇതുപോലെ പ്രധാനപ്പെട്ട വർക്കുകൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനോട് ഞാൻ വരുന്ന 26-ാം തീയതി അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ ബിൽഡിങ്ങുകളും അതുപോലെ ഇതുപോലെ ഈ ബ്രിഡ്ജ് അതുപോലെ തന്നെ റോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്ര കിട്ടാൻ വേണ്ടി കഴിയുമെന്ന് ആലോചിച്ചു. ഞാൻ അതിനുപരിയായി ഗവൺമെൻറ് ഫണ്ടും കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളെ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട പാലം അതേ ബാക്കിയുള്ളൂ എനിക്ക് തോന്നുന്നു. ബാക്കി കുറേ പാലങ്ങൾ പണിയിടത്തോടെ നിർവഹിച്ചിരിക്കുന്നു. അപ്പോൾ ആ പാലം കൂടി ആയാലും നല്ലൊരു പ്രധാനപ്പെട്ട ഈ പുഴക്കത്തിൽ നല്ലൊരു പാലം ആയിക്കോളും. അങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കുറ്റിക്കോലിലേക്കുള്ള ബസ് സൗകര്യത്തിന്റെ കാര്യത്തിൽ ഉദുമ മണ്ഡലത്തിൽ പെടുന്ന സ്ഥലമായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പം അവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ മുളിയാർ പഞ്ചായത്തിൽ കൂടി കണക്ട് ചെയ്തിട്ട് കുറ്റിക്കോലിലേക്ക് എത്തുന്ന വഴിയിൽ സ്റ്റേറ്റ് ബസ് സൗകര്യങ്ങൾ ഇന്നും അപ്രാപ്യമായിട്ടാണ് ഉള്ളത്. അതിനെന്താ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ കാസർഗോഡ് കുറ്റിക്കോൽ ഈ നമ്മളെ ബോയിക്കാനം ഇരണ്യ വഴി അതല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനവിടെ ഫോറസ്റ്റാണ് തടസ്സം. ആ റോഡ് കുറെ പിന്നെ ഇതിന് വിപുലീകരിക്കാനുണ്ട്. കാനത്തൂർന്ന് അങ്ങോട്ടുള്ള റോഡ് കുറ്റിക്കോൽ വരെയുള്ള റോഡ് നന്നായി. കാനത്തൂർന്ന് ഇങ്ങോട്ട് ഈ ഇരണ്യ വരെയുള്ള റോഡ് ഫോറസ്റ്റ് അറിയില്ലാണ്. അവരൊട്ടും റോഡ് വീതി കൂട്ടാനോ അതിന് കൺസ്ട്രക്ഷൻ നടത്താനോ അവർ സമ്മതിക്കുന്നില്ല. അതിന്റെ മന്ത്രിയുമായിട്ട് അതിന്റെ ഫലമായിട്ട് ആ റോഡ് മുടങ്ങിക്കിടക്കുകയാണ്. അപ്പം അത് ഈ ദേലമ്പാടി മുളിയാർ 2 പഞ്ചായത്തിലൊന്ന് ബാധിക്കുന്ന പ്രധാനപ്പെട്ട കേസാണ്. ഒരുപാട് ആ നാടിന് ചുറ്റും പറഞ്ഞു കിടക്കുന്ന ഈ മുളിയാറിന്റെ അകത്ത് ഈ ഫോറസ്റ്റും അതുപോലെ മറ്റേ പ്ലാന്റേഷൻ കോർപ്പറേഷനാണ്. അതിന് 2 ആർക്കും പോയിക്കൂടാ എന്നുള്ളതാണ് അവർ ഇപ്പോഴത്തെ നിയമം. അപ്പോൾ അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നത്. വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വകുപ്പ് മന്ത്രി നിയമം പറയും നിറയെ ആൾ ഫോറസ്റ്റിനോട് സ്ഥലം തരണമെങ്കിൽ പകരം സ്ഥലം ഇരട്ടി കൊടുക്കണം എന്നാണ് നമ്മൾ കേന്ദ്ര നിയമം. അപ്പോൾ അതൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാൽ ആ റോഡ് വീതി കൂട്ടി ഈ പറഞ്ഞ പിന്നെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയണം എന്നാണ് ആഗ്രഹിക്കും. അതിനേക്കാൾ ഉപരി ഞാൻ വേറെ പർപ്പസ് അല്ലെങ്കിൽ വെക്കാനുള്ളത് ഈ ഇവിടെ നിന്ന് പൊയിനാച്ചിന്ന് മാണിമല വരെയില്ലേ റോഡുണ്ടല്ലോ, അതിന്റെ പേര് തെക്കിലാലട്ടി റോഡ് എന്നാണ്. എന്നാൽ പണ്ട് തെക്കിൽ പാലം വരെ അന്ന് പാലം കിട്ടുന്ന തെക്കിൽ കടവ് വരെ ആ റോഡുണ്ടായത്. അതിന്റെ പേര് തെക്കിലാലട്ടി എന്നാണ്. അപ്പോൾ അതിപ്പോൾ പൊയിനാച്ചിന്ന് ആലട്ടി വരെ ആ റോഡ് കൊണ്ട് എന്നാൽ മണിമൂലക്ക് അപ്പുറം വരെ സ്ഥലമൊക്കെ ആ റോഡ് കൊണ്ടു. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്കീമുണ്ട്. ആ സ്കീമിൽ പെടുത്തിയിട്ട് വിപുലപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് MP കൂടി കാര്യമായ സഹായമാണ്. MP കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. ഇപ്പൊ മലയോര ഹൈവേയിൽ വരുന്നതിൽ ഒരു വലിയൊരു ഭാഗം താങ്കളുടെ മണ്ഡലത്തിൽ പെടുത്തുന്നത് അത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ റോഡ് അങ്ങനെ വിപുലപ്പെടുത്തി അതിന്റെ വളവും പിന്നെ കയറ്റങ്ങളൊക്കെ കുറച്ച് ഉപയോഗപ്പെടുത്തി അവർ നല്ല ഒരു ഇൻഡർസ്റ്റേറ്റ് ഹൈവേ ആക്കാൻ പറ്റുന്ന റോഡാണ് ഈ റോഡ്. അങ്ങനെ വന്നാൽ ഈ കുറ്റിക്കോല് ബന്ധനക്കം ഭാഗത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് കഴിയും. അത് നല്ല സാമ്പത്തിക പ്രയാസം വരുന്നതാണ്. അത് കേന്ദ്രത്തിന്റെ സഹായത്തോട് പരിഹരിക്കപ്പെടാമെന്ന് ആലോചിക്കുന്നതാണ്. മലയോര മേഖല ഇറങ്ങുന്നപ്പോൾ നമ്മൾ മലയോര മേഖല പോകുന്ന പ്രധാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് മുളിയാറും ഈ കുറ്റിക്കോൽ പഞ്ചായത്ത് കൂടിയാണ് അവരെ ഇപ്പോൾ ഒരു സൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എല്ലാവരും കൂടി ഞാൻ മാത്രം വിചാരിച്ചാലോ അല്ലെങ്കിൽ മണ്ഡലത്തിലാൾ മാത്രം നടക്കുന്ന കാര്യമല്ല. അതെല്ലാവരും കൂടി ആലോചിക്കേണ്ട ഒരു പണിയാണ്. അത് സ്റ്റേറ്റ് ഹൈവേ വരുന്ന കാലത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമോ അത് പരമാവധി ചെയ്തിട്ട് ഒരു നല്ല സംവിധാനം തന്നെയാണത്. വീടിന് വ്യതിരിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ മണ്ഡലത്തിൽ കാസർഗോഡ് കുറച്ചേ ഉള്ളൂ, ബാക്കി അതെ നല്ല പരിപാടി പോകുന്ന ഏർപ്പാടാണത്. അങ്ങനെ വന്നാൽ അത് ഉപകരിക്കുന്ന നല്ല ഗതാഗതത്തിന് അതുപോലെ ആളുകളുടെ യാത്രക്ക് നല്ല പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് ഈ മലയോര. ഇപ്പോൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു മെഡിക്കൽ കോളേജ് കാസർഗോഡിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പം അത് മറ്റുള്ള ജില്ലകളിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി
അല്ല, അതിന് ഞാൻ ചോദിക്കുന്നത് ഉദുമ മണ്ഡലത്തിൽ താങ്കൾ അതിന് തയ്യാറാണോ? അതെ ഞാൻ പറയാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി അനുവദിച്ചപ്പോൾ തുടങ്ങാൻ അവിടെ താമസിച്ചു പോയി എന്നൊരു പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് പെരിയ സെലക്ട് ചെയ്തു. പെരിയയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥലം ഇഷ്ടം പോലെ അത് കൊടുക്കാം എന്ന് 300-400 ഏക്കർ അത് വെക്കർ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പൊ അതിന് മണ്ണ് അവർ പരിശോധിക്കുകയാണ്. മണ്ണ് പരിശോധിക്കുന്നുണ്ടെങ്കിൽ എൻഡോസൾഫാന്റെ അംശം ഉണ്ടോന്നിലാണ് അതിന്റെ. ഞാൻ കോഴിക്കോട്ടെ അതിന്റെ ലാബറട്ടറി കൊണ്ടുപോയി പരിശോധന നടത്തിയപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലായത്. അവന് സെൻട്രൽ യൂണിവേഴ്സിറ്റി പെരിയയിൽ വരുമെന്ന് ഉറപ്പായി. പക്ഷെ അതിനോട് നിങ്ങൾ പറഞ്ഞ മെഡിക്കൽ കോളേജ് പെരിയയിൽ വരണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ നല്ല അതിന് സർവകക്ഷി MP വിളിച്ചുകൂട്ടിയ സർവകക്ഷി ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ ആക്ഷൻ കമ്മിറ്റിയിൽ എല്ലാവരും കൂടി തീരുമാനിച്ചത് അത് പെരിയയിൽ തന്നെ വരണമെന്നില്ലാണ്. പക്ഷെ അതിന് ഗവൺമെന്റ് അത് പത്തനംതിട്ട കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതിലാണ് ഒരു പ്രചരണം. അങ്ങനെയുള്ള ഒരു കാര്യം നടക്കും. ഞാനിപ്പോൾ MLA ആയപ്പോൾ തന്നെ മുഖ്യമന്ത്രി കണ്ട കാര്യം സംസാരിച്ചു. അപ്പൊ അന്നേരം വേറെ കാര്യങ്ങൾ നല്ല പോസിറ്റീവായി സംസാരിച്ചാൽ ഇത് പറയുമ്പോൾ അയാൾ ഇങ്ങനെ ഒരു ക്ലിക്കാണ് ചെയ്ത് കളിക്കുന്ന രീതിയിലാണ് ഉണ്ടായത്. അതൊക്കെ ആലോചിക്കാം. അത് നമുക്ക് രാഷ്ട്രീയ തീരുമാനമൊക്കെ വരണം എന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചത്. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ രഹസ്യം ഉണ്ടെന്നതിലാണ് മുഖ്യമന്ത്രി വാക്കുകളുടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ അത് 20-ാം തീയതി നാളെ വരുന്നുണ്ട്, മറ്റന്നാൾ കാസർഗോഡ് വരുന്നുണ്ട്. ഇത് ഒന്നുകൂടി ചർച്ച ചെയ്യാം എന്നാലും പറഞ്ഞിരിക്കുകയാണ്. താങ്കളുടെ ഒരു സ്വകാര്യമായ അഭിപ്രായം ഒരു കാരണവശാൽ അത് വലിയത് പോകാൻ വേണ്ടി പാടില്ല എന്നല്ല. അല്ല, പോകും എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് ഇപ്പൊ. അങ്ങനെ അവരെ ഒരു ഇതൊക്കെ കേട്ടാൽ അങ്ങനെ തോന്നുന്നു. അന്തരീക്ഷം കാണുമ്പോൾ അങ്ങനെ തോന്നും. അതിന് പകരം പറഞ്ഞ എന്തെങ്കിലും മെഡിക്കൽ കോളേജിൽ മറ്റൊരു മെഡിക്കൽ സംസ്ഥാന മെഡിക്കലും വന്നാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം എൻഡോസൾഫാന് വേണ്ടി മുൻ ഗവൺമെന്റ് LDF ഗവൺമെന്റ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ടാകും. അപ്പൊ അത് മുളിയാർ സ്ഥാപിക്കണമെന്ന് ഞാൻ മുഖ്യമന്ത്രിമാരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മറ്റേ മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞാല് അല്ല, അത് കേന്ദ്രത്തിന്റെ മെഡിക്കൽ കോളേജ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ പോരെ എന്നുള്ള ഇന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ മെഡിക്കൽ കോളേജാക്കിയാൽ പോരെ നമുക്ക് പെരിയല് അല്ലെങ്കിൽ മുളിയാർക്ക് എന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ ഏതായാലും മെഡിക്കൽ കോളേജ് വരണം. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ വന്നാൽ മാത്രമേ കുറേ ഉപകരിക്കൂ നമുക്ക്. അപ്പൊ അത് തന്നെ വരണമെന്നില്ലാണ് ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വരുത്താൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും. എന്റെ മണ്ഡലത്തിലാണെന്നുകൊണ്ട് ഞാൻ വളരെ താല്പര്യമായ പ്രശ്നം കൈകാര്യം ചെയ്യും. മറ്റ് MLA-മാരെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും MPയെയും ഒക്കെ സഹായം വാങ്ങിയ കാര്യം കൃത്യമായി ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണെന്ന് തോന്നും. ബഹുമാനപ്പെട്ട MP ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് പെരിയത്തിന് കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ അത് എത്ര കണ്ട് നടക്കും എന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവരും രാഷ്ട്രീയ തീരുമാനമാണ്. ഇപ്പൊ അങ്ങനെയാണല്ലോ ഭരണം. രാഷ്ട്രീയ തീരുമാനമാണ് ഭരണം നടപ്പാക്കാൻ കഴിയില്ല. രാഷ്ട്രീയ തീരുമാനം എന്താണെന്ന് അനുസരിച്ച് മാത്രമേ. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് താങ്കൾ ഇപ്പം ഏതായാലും MLA ആണ്. ഇപ്പൊ ഈ ഒരു മാസത്തിനിടയിൽ താങ്കൾ പരിഹരിക്കപ്പെടാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങനെ? ഞാൻ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് രാത്രി എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായത് നമ്മളെ അഡ്ഡൂരിലെ വെടിവെപ്പാണ്. അന്ന് രാത്രി മുതൽ 13 വോട്ടേണ്ടത്. അന്ന് രാത്രി തന്നെയാണ് വെടിവെപ്പ് ആഹ്ലാദ പ്രകടനം നടത്തുന്നവർക്ക് നേരെ നടന്നത്. 14, 15, 16 3 ദിവസം അതുമായി ബന്ധപ്പെട്ട് അടുത്ത് തന്നെയായിരുന്നു. 18-ാം തീയതി കൊണ്ട് പിണറായിയും കോടിയേരിയും ഒക്കെ വരുന്ന അന്നും അത് അടുത്ത് തന്നെയായിരുന്നു. പിന്നെ 25-ാം തീയതി ഞാൻ പാർലമെന്റ് പാർട്ടി യോഗം ചേരുന്നത് ഞങ്ങളെ ലീഡറെ തിരഞ്ഞെടുക്കാൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് പോയി. VS-നെ ലീഡറായി തിരഞ്ഞെടുത്തിട്ട് ഞാൻ നേരെ മന്ത്രിയെ കാണാൻ വേണ്ടി പോയി. മന്ത്രിയെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ മുഖ്യമന്ത്രി കൊടുത്തിരുന്ന നിവേദനം എന്താ പറഞ്ഞാൽ എൻ്റെ മണ്ഡലം 2 പേര് മരിച്ചിരിക്കുന്നത് എൻഡോസൾഫാനായിട്ടും ഒരു ലിസ്റ്റിൽ അവരെ പെടുത്തി അവരെ സഹായിക്കുന്നതിൻ്റെയാണ്. ഒന്ന് അടൂരിലൊരു മുഹമ്മദ് കുഞ്ഞിയും പുല്ലൂരിലൊരു യശോദയാണ്. അവർക്ക് ഉണ്ടാക്കും 1 ലക്ഷം റുപ്യ മുഖ്യമന്ത്രി അപ്പം തന്നെ പാസ്സാക്കി. കളക്ടർക്ക് എൻ്റെ കോപ്പി അപ്പം അതിൻ്റെ കൂടെ തന്നെ തന്നു. രണ്ടാമത് ഞാൻ നിവേദനം കൊടുത്തപ്പോൾ കാസർഗോഡ് ജില്ലയിൽ അടക്ക കൃഷിക്കാരുടെ പ്രശ്നമാണ്. കഴിഞ്ഞ LDF ഗവൺമെന്റ് 10 കോടി രൂപ നീക്കി വെച്ചിരുന്നതിനും അപേക്ഷ ക്ഷണിച്ചപ്പോൾ 17 കോടി രൂപ വേണം. അത് ഷോർട്ട് ചെയ്തില്ല. ഷോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കുറയായിരിക്കും ആ നിയമന പ്രകാരം. പക്ഷെ അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അത് കൊടുക്കണമെന്ന് ഞാൻ കൃഷിമന്ത്രിയെ കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ ഈ കാര്യം തന്നെ അയാളും പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞ് 20-ാം തീയതി കാസർഗോഡ് വരുന്ന നടന്നത് പിന്നെ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ സംസാരിച്ചത് കൊടുത്ത് തീർക്കാം, അല്ലെങ്കിൽ അങ്ങനെ പരിഹരിക്കാനെ കുറിച്ച് ആലോചിക്കപ്പെടാമെന്നാണ് അയാൾ പറഞ്ഞത്. അതിനുശേഷം ഞാൻ നിയമസഭ സത്യവാചനെല്ലാം വഴി പോയപ്പോൾ ഞാൻ 8 നിവേദനം കൊണ്ടുപോയി. അത് 8ഉം സഹായത്തിലുള്ളതായിരുന്നു. ആളുകളുടെ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയാണ്. അതിന് നല്ല പോസിറ്റീവായിട്ട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. ഇവർക്കെല്ലാം അതിന്റെ കാറ്റഗറി അടിസ്ഥാനത്തിൽ സഹായം വെച്ചിട്ടും. പള്ളിക്കരയിൽ ഒരു മുസ്ലിം കുട്ടി എറണാകുളത്ത് വണ്ടി യാത്ര ചെയ്യുമ്പോൾ SSLC പഠിച്ച് +2 ചേരണം. ഇവിടെ കാശില്ല. അതിന്റെ പാവം ജോലി തേടി എറണാകുളത്തേക്ക് പോയാൽ മറ്റു പയ്യന്റെ വേറെ ആളെ കൊണ്ടുപോകുന്നു. ബൈക്ക് വെച്ച് വീണ് പോയി വേണ്ടിയത് വെട്ടാമ്പീര് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ആ കുടുംബത്തെ സഹായിക്കാൻ ഞാൻ നിവേദനം കൊടുത്ത മുഖ്യമന്ത്രി 30,000 രൂപ ഇപ്പം തന്നെ പാസ്സാക്കി തന്നു. അങ്ങനെ കുറേ ആളുടെ ഒരു കീയൂർ കടപ്പുറത്തൊരു മത്സ്യത്തൊഴിലാളി ക്യാൻസർ പിടിച്ച മത്സ്യത്തൊഴിലാളികളെ അങ്ങനെ കുറേ ആളുടെ സഹായം പിന്നെ വാങ്ങിക്കൊടുക്കാൻ ഈ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏതായാലും താങ്കൾ നേരത്തെ പറഞ്ഞു പ്രതിപക്ഷത്തെ MLA ആണ്. പ്രതിപക്ഷത്തെ MLA ആകുമ്പോൾ പ്രത്യേകിച്ച് CPM പ്രതിപക്ഷത്തുള്ള സമയത്ത് സാധാരണ സമരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാവുക സാധാരണയാണ്. പക്ഷെ ഇപ്പം തുടക്കത്തിൽ തന്നെ സർക്കാർ സ്വാശ്രയ വിഷയത്തിൽ എല്ലാ സ്വാശ്രയ കോളേജുകളിലെയും 100% സീറ്റിലും അവർ തന്നെ പ്രവേശനം നടത്തും എന്നുള്ളൊരു തീരുമാനം ഇപ്പം ഇന്റർ ചർച്ച് കൗൺസിൽ എടുത്തു.
അത് അങ്ങനെയാണെങ്കിൽ MES അതിന്റെ വഴി പോകുമെന്ന് ഫസൽ ഗഫൂറും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇനിയിപ്പം സ്വാശ്രയത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ ആരംഭിക്കാനുള്ള കാലമായെന്ന് തോന്നുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. കാരണം ഒരു പോളിസി നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം ഉണ്ടാക്കിയ ഒരു പൊതുനയം, ആ നയം ലംഘിക്കുന്നു എന്നതിലാണ് ഇത് പത്രദ്വാരകൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വന്നാൽ കേരളത്തിൽ ഏറ്റവും വലിയ സമര വേലിയേറ്റമായിരിക്കും. ആ സമര വേലിയേറ്റുമ്പോൾ നമ്മളെ മുമ്പിൽ നിൽക്കും. അതുപോലെ പ്രതിപക്ഷത്ത് MLA ഒന്നും പ്രശ്നം അതിനെ കൂട്ടത്തിലില്ല. എല്ലാ പ്രക്ഷോഭ സമരം ഞാൻ മുമ്പിൽ നിൽക്കുന്ന ഒരുത്തനാണ്. ആ സമരത്തിൽ നമ്മൾ മുമ്പിൽ നിൽക്കും. അതിലുപരിയായി ആ ഗവൺമെൻറ് കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ മാനേജ്മെൻറ്റുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ മതമേധാവിയുടെ മുമ്പിൽ കീഴടങ്ങുന്ന നടപടിയാണ്. അപമാനമാണ് കേരളത്തിൽ. പക്ഷെ ഇതേപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിന് ഇത് ബാധകമല്ലേ? തീർച്ചയായും. പക്ഷെ എന്നിട്ട് അവിടെ കഴിഞ്ഞ 5 വർഷമായിട്ട് നടക്കുന്നത് CPM-ന്റെ ഭരണസമിതി ഭരിക്കുമ്പോൾ CMP-ക്കും കോൺഗ്രസിന്റെയും നേതാക്കളുടെ മക്കൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. CMP-യും കോൺഗ്രസും ഭരിക്കുമ്പോൾ CPM-ന്റെ നേതാക്കളുടെ മക്കൾക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ പോയത്. നിയമപരമായി സീറ്റ് വാങ്ങുന്നത് തെറ്റില്ലല്ലോ. നിയമപരമായിട്ട് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ ഇനി CPM ഭരിക്കുന്നിടത്തോ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്നിടത്തോ അപ്പുറം മക്കൾക്ക് ജോലി സീറ്റ് കൊടുക്കുന്നത് അത് തെറ്റൊന്നുമില്ല. നിയമപരമായിട്ടാണെങ്കിൽ വഴി വിട്ടിട്ട് ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ VV രമേശിനെതിരെ വന്നിട്ടുള്ള വഴിവിട്ട് അല്ല, അത് ചർച്ച ചെയ്തില്ല. പാർട്ടി ചർച്ച ചെയ്തില്ല. പക്ഷെ ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് ചർച്ച ചെയ്യാതെ വെക്കുന്ന ചർച്ച ചെയ്ത് വെക്കുന്ന അതിനുവേണ്ടി മാത്രമേ കമ്മിറ്റി കൂടണ്ടേ. ഒരു പാർട്ടി കമ്മിറ്റി കൂടുമ്പോൾ ആ കാര്യം ചർച്ച ചെയ്യും. അതിനുശേഷം പാർട്ടി DC ചേർന്നില്ല. ആശ്രയ മേഖലയിൽ ഇത്രയും സമരം ചെയ്ത പാർട്ടി, അതിന്റെ യുവജന സംഘടന ഇപ്പൊ സമരം പ്രഖ്യാപിച്ചു, പിൻവലിച്ചു. ഇപ്പം ASF-ഉം MSF ഒക്കെയാണ് സമര മേഖലയിലുള്ള. അപ്പൊ SFIക്കും DYFIക്കൊക്കെ ഒരുപാട് പങ്കില്ല ഇതിൽ. DYFI സമരം നടത്തിയല്ലോ. പക്ഷെ അതാണ് പറഞ്ഞത്, ആ സംഭവമായി ബന്ധപ്പെട്ട് DYFI സംസ്ഥാന നേതൃത്വത്തിന് അഭിപ്രായം പറഞ്ഞു. അതെ, അപ്പൊ അതിന് എന്താണ് ഇനി തീരുമാനം നടപടിയാണെന്ന് അവരെന്നെ പറഞ്ഞല്ലോ. പക്ഷെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന ട്രഷറർ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാര് അല്ലെങ്കിൽ പ്രവർത്തകര് ഭയങ്കര വിഷമം ഉണ്ടാക്കൂലേ? അങ്ങനെയുള്ള വിഷമുണ്ടാക്കുന്ന തെളിവാണല്ലോ DYFIയും പാർട്ടിയും പ്രതികരണം വന്നത്. അപ്പോൾ അതിനെങ്ങനെ പരിഹരിക്കേണ്ടതിനെ കുറിച്ചിട്ട് പാർട്ടി പറഞ്ഞപ്പോൾ അഭിപ്രായം പറഞ്ഞപ്പോൾ അയാൾ എനിക്ക് സീറ്റ് വേണ്ട, എൻ്റെ മകൾക്ക് സീറ്റാണ്, അയാൾ സ്വയം പിന്മാറുകയാണ് ചെയ്ത്. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല. പ്രശ്നം നിലനിൽക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നതിനെ കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യും. അടുത്ത ആഴ്ച പാർട്ടിയുടെ സീറ്റ് നേതാക്കളുടെ വരുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ PV മെമ്പറായ കോടിയേരി, പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പറായ എറണാകുളമൊക്കെ വന്ന് പാർട്ടി കമ്മിറ്റി മീറ്റ് ചെയ്യുന്നു. അവർ മീറ്റ് ചെയ്ത ശേഷം എന്തെങ്കിലും തീരുമാനം അന്നേരം എടുക്കും. അല്ല, ഇപ്പൊ DYFI തന്നെ 40 വയസ്സിൽ കഴിഞ്ഞവരെ സാധാരണ ഇത്രയും ഉയർന്ന. അതെ. അപ്പൊ അങ്ങനെയൊക്കെ നോട്ടീസും കാര്യങ്ങളൊക്കെ പ്രചരിക്കുകയും മറ്റൊരു ഭാഗത്ത് സീറ്റ് എടുത്തു, പിന്നെ അത് ക്യാൻസൽ ചെയ്തു, പിന്നെ അത് സ്പോൺസർഷിപ്പ്, ഇങ്ങനെ ഒരുപാട് കറുത്ത മേഘങ്ങള് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കാണുന്നത് നല്ല രീതിയായിട്ട്. രീതി നല്ലതല്ല, പക്ഷെ ചർച്ച ചെയ്താൽ മാത്രമേ ഏത് രീതിയിൽ പറയാൻ വേണ്ടി കഴിയും. താങ്കൾ ഇക്കാര്യത്തിൽ എന്താണ്? അത് എന്റെ അഭിപ്രായം തന്നെ. എനിക്ക് പാർട്ടിയുടെ നിലപാടിൽ എനിക്ക് നിൽക്കാൻ കഴിയും. അതെ, ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് എന്താ നിലപാട്, അല്ലെങ്കിൽ DYFIക്ക് എന്താണ് നിലപാട്, അത് ഒരു തീരുമാനത്തിൽ ആ തീരുമാനത്തോടെ ഞാൻ നിൽക്കും. ഈ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനടക്കൊരു കമ്മിറ്റിയാണ് പാർട്ടി. അതെ, ഞാനടക്കൊരു പാർട്ടി DC ആണ്. ഞാൻ പാർട്ടി DC മെമ്പറല്ലേ. ഞാനടക്കൊരു പാർട്ടി DC ആണ് ചർച്ച ചെയ്യല്. അപ്പൊ ചാട എന്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തും. അല്ല, ഈ ഒരു പ്രവണത ഇങ്ങനെ വന്നു കഴിഞ്ഞാല് നാളെ ഇനി മറ്റുള്ള ആൾക്കാരും കൂടെ ഇതുപോലെ തന്നെ വഴിമാറി തുടങ്ങിയാൽ അത് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുമല്ലോ. അതല്ല ശരി. അതാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരും മറ്റു പാർട്ടിക്കാരും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ അതിന് തടയിടാൻ എന്തെങ്കിലും പദ്ധതികൾ തടയിടാന്ന് പറഞ്ഞാൽ ഇത് തെറ്റെന്ന് പറയും, അല്ലെങ്കിൽ അതിനെ പറ്റി നടപടി എന്താണോ ആ നടപടി എടുക്കുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാവും എന്താണ് അതുമായിട്ടുള്ള പാർട്ടി നിലപാട്. അല്ലാതെ ഇപ്പം പെട്ടെന്നുള്ള ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാൽ അത് തീരുമാനമാവുമല്ലോ. പാർട്ടി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടി കമ്മിറ്റി എല്ലാവരും ഉത്തരവാദപ്പെട്ട ആളുകളുടെ മുമ്പിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് പാർട്ടി എല്ലാവരും കൂടി എടുക്കുന്ന തീരുമാനം. ഇനിയിപ്പോ എന്തായിരിക്കും നിശ്ചയിച്ചില്ല, ഇപ്പൊ വേഗം ചേരും. അപ്പൊ അതിനിടയിൽ ഇപ്പൊ നീലേശ്വരത്തിന്റെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞാൽ വല്ലപ്പോ കേരളത്തിൽ തിരിച്ചെത്തിയുള്ളൂ. ഇപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, അത് കഴിഞ്ഞപ്പോൾ പാർട്ടി കമ്മിറ്റി ഒക്കെ ചേരും. അപ്പൊ അതിനിടയിൽ രമേശൻ വാദിക്കുന്നത് നീലേശ്വരത്ത് VS അനുകൂലികൾ ചെയ്ത പരിപാടികൾ തെറ്റാണ്, അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു നല്ല ആശാസ്യമാണ്. നടപടിയെടുക്കണമെന്ന് ആരും പറഞ്ഞില്ല. VS അനുകൂലികൾ നടപടിയെടുക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചൊന്നുമില്ല. അല്ല, VV രമേശിനെ ആവശ്യപ്പെടുന്ന പാർട്ടി എത്തുന്നതിൽ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഇനി പരസ്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് പാർട്ടിയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു അസ്വാരസ്യം ഉണ്ടാക്കി. തീർച്ചയായും അസ്വാരസ്യം ഉണ്ടാക്കുന്ന ആൾ കൊണ്ടല്ലോ DYFI പരസ്യം നേതൃത്വം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള സമര കാര്യങ്ങളിൽ പാർട്ടിക്ക് നേരിട്ടിട്ട് ഇത്തരം ആൾക്കാരിൽ ബന്ധം ഉണ്ടാവുമോ? അതായത് ഒരു നിയന്ത്രണം ഉണ്ടാവുമോ? അതിനെക്കുറിച്ച് പാർട്ടിയുടെ നിലപാട് പറയും. അതാണ് പാർട്ടിയുടെ നിലപാട്. അപ്പൊ അതാണല്ലോ ഭാവിയിൽ എല്ലാവർക്കും ബാധകം. ഇങ്ങനെയുള്ള സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കണം.
സ്വീകരിച്ചതിനെ പറ്റി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞാൽ മാത്രമേ അതിനകത്ത് നിൽക്കാൻ വേണ്ടി കഴിയൂ. അതിൽ നിൽക്കുന്നവർക്കേ നിൽക്കാൻ വേണ്ടി കഴിയൂ. ഈ 50 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിപ്പോ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. പക്ഷെ എന്നാലും ഒരു 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 ഡിവൈഎഫ്ഐ പോലെയുള്ള ഒരു സംഘടനയുടെ നേതാവ് പൂർണ്ണ സമയവും പ്രവർത്തിക്കുമ്പോൾ അയാൾക്കൊരു ബിസിനസ് ഉണ്ടാവാൻ പാടുണ്ടോ? അല്ല, അത് രണ്ടാമത്തെ കാര്യം. പാർട്ടിയുടെ ഫുൾ ടൈം പ്രവർത്തി പറഞ്ഞാൽ ഫുൾ ടൈമർ ആയിരിക്കണം. അത് ഫുൾ ടൈം ആവുന്ന തന്നെ മറ്റ് സ്ഥാപനങ്ങൾ മറ്റ് ജോലിയൊന്നുമില്ലാതെ അത് ഉപേക്ഷിക്കുന്നത് അവരാണ്. അത് പല ആളുകളും നമ്മുടെ സാമ്പത്തിക ശേഷിയില്ല പല ആളുകളും അവരെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവരും എത്രയോ ആളുകൾ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു കാര്യമായ ബിസിനസ് എന്ന് പറയുന്നത് അടുത്ത ഖാദി ബോർഡിന്റെ ഒരു സ്റ്റോർ റൂമാണ്. അതിപ്പോ ഒരു നടത്തുന്ന തെറ്റൊന്നുമില്ല. അത് ഒരാൾക്ക് ഒരു കൂലിക്ക് വെച്ചാൽ ചെയ്യാൻ വേണ്ടി കഴിയുന്ന കേസ് ചെയ്യാൻ കൂടുതലും. അല്ല, പക്ഷെ അതിൽ നിന്നാണ് നല്ലൊരു വരുമാനം വന്നതെന്നാണ് അയാൾ പറയുന്നത്. അതിപ്പോ അതിന് കണക്കൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ. അതാണോ എനിക്കത് പറയാൻ കഴിയും. വരുന്ന വരുമാനമൊക്കെ ഉണ്ടോ? ഈ വരുമാനങ്ങളെ സ്രോതസ്സൊക്കെ പരിശോധിക്കും. പിന്നെ തീർച്ചയായും പാർട്ടി പരിശോധിക്കും. അക്കാര്യത്തിൽ പരിശോധന തുടങ്ങിയില്ലേ? പരിശോധന അല്ലെ എനിക്കില്ല വരുമാനം എന്തെന്ന് പാർട്ടി പറഞ്ഞു. ഞങ്ങൾ അതാത് കാലം എല്ലാ കൊല്ലം പാർട്ടി അത് റിട്ടേൺ കൊടുക്കല്ലേ. ഇനി ഇങ്ങനെയാണെങ്കിൽ ഒരു നേതാവിനെതിരെ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അത് എന്താണ് സാധാരണ രീതിയിൽ CPM-ൽ നിന്നുണ്ടാവുന്ന നടപടി എന്താണ്? ചർച്ച ചെയ്ത അതിന്റെ അല്ല, അതിനിപ്പോ ഒരു വ്യവസ്ഥാപിതമായ ഒരു രീതി. അതിപ്പോ ഈ ഒരു പ്രശ്നത്തിന്റെ മെരിറ്റ് നോക്കിയിട്ടാണ് നടപടി വരിക. ശരി, അതിന് പല നടപടിയുണ്ട്. അയാളെ പിന്നെ പാർട്ടിനകത്ത് പല നടപടി, തക്കീത് ചെയ്യലുണ്ട്, സസ്പെൻഡ് ചെയ്യലുണ്ട്, പുറത്താക്കലുണ്ട്, അങ്ങനെ പല നടപടിയുണ്ട്. അതൊക്കെ അതിന്റെ മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം പാർട്ടി തീരുമാനം അയാളെങ്ങനെ പിന്നെ പ്രതികരിക്കുന്നതൊക്കെ നോക്കിയിട്ടാണ് പല പ്രശ്നങ്ങൾ വരിക. അത് ഏത് ഒന്നിനല്ല, എല്ലാറ്റിനും ഒരു ബാധകമാണ്. ഇപ്പൊ ഉദുമയിൽ കാര്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല. സർക്കാർ സ്ഥാപനങ്ങളായാലും പ്രൈവറ്റ് ആയിട്ടുണ്ടെങ്കിലും ഉദുമയിൽ അങ്ങനെ എന്തെങ്കിലും സർക്കാരിന്റെ ഇപ്പൊ ഒരു കാറ്ററിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. അത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. CH കുഞ്ഞമ്പ് താല്പര്യം എടുത്തിട്ട് ഉദുമയിലേക്ക് കൊണ്ടുവന്നതാണ്. അല്ല, KV കുഞ്ഞിരാമ ഉദുമയ്ക്ക് കൊണ്ടുവന്നതാണെന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ വന്നതാണ്. താങ്കൾ ഇപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു സ്ഥാപനം കൊണ്ടുവരാനുള്ള ആഗ്രഹം മനസ്സിലുണ്ട്? ഉദുമയിലെ ഇപ്പൊ ഒരുപാട് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഗവൺമെന്റ് പബ്ലിക്കലി മറ്റല്ലാണ്ട് പ്രൈവറ്റ് ഇപ്പൊ മൂന്നാറുണ്ട്, പുതുമയിലുണ്ട്, പാലക്കുന്നിലുണ്ട്, ചട്ടഞ്ചാലുണ്ട്, അങ്ങനെ പറയുന്ന സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ പൊതുമേഖലയിൽ ഒരു നല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അതെങ്ങനെ പരിഹരിക്കപ്പെടാമെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ആലോചിക്കുകയാണ്. പക്ഷെ അതൊക്കെ ഗവൺമെന്റിന്റെ നയത്തിന് അനുസരിച്ചായിരിക്കും. ഈ ഗവൺമെന്റ് മുഴുവൻ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഗവൺമെന്റ് നയമാണ് അങ്ങനെ പൊതുമേഖലയോട് കൊണ്ടുവരാൻ അനുവദിക്കില്ല. അവർ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അത് ഈ ഗവൺമെന്റിന്റെ നയം അങ്ങനെ ഇരിക്കും, അതിനനുസരിച്ചായിരിക്കും അത് കൊണ്ടുവരാൻ വേണ്ടി കഴിയുക. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിലാണെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ സർക്കാർ ഏറ്റെടുക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ താങ്കളുടെ പാർട്ടിയും താങ്കൾ അത് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളല്ലേ? സർക്കാർ എത്ര കോപ്പറേറ്റീവ് സ്ഥാപനം കേരളത്തിൽ? അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, പിന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട്, അതുപോലെ മറ്റു പല സ്ഥാപനങ്ങളുണ്ട്. ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം കോപ്പറേറ്റീവ് നിൽക്കണം. ഇതിന് സർക്കാർ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരം ഈ പ്രശ്നങ്ങൾ, അതായത് സീറ്റുകളുടെ കാര്യത്തിലൊക്കെ തോന്നിയ അതിനെ തടയിടണം. അപ്പൊ സീറ്റുകൾ എങ്ങനെ വിതരണം ചെയ്യണം, സീറ്റുകൾ എങ്ങനെ കൊടുക്കണം, അതെങ്ങനെ പിന്നെ സുതാര്യമായി എല്ലാവരും കിട്ടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് സർക്കാർ തീരുമാനം എടുക്കണം. ആ തീരുമാനം ലംഘിക്കുമ്പോൾ അതിനോട് എടുക്കണം. അതല്ലാണ്ട് അത് സർക്കാർ നടപടി കഴിഞ്ഞ ഇടതുമുന്നണിയുടെ കാലത്ത് തന്നെയാണ് ഈ 5 വർഷം കഴിഞ്ഞു പോയത്. അപ്പൊ അതിനിടയിൽ നടപടി എടുക്കാൻ അന്നന്ന് ഇങ്ങനത്തെ ആരോപണം കിട്ടില്ലല്ലോ, ആരും ഉന്നയിച്ചില്ലല്ലോ. പക്ഷെ കാര്യങ്ങൾ അന്നും നടന്നുകൊണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയലാണ്ട് ഇത് രേഖാമൂലം തെളിവൊന്നുമില്ലല്ലോ. തീർച്ചയായും കഴിഞ്ഞ കാലത്ത് മുഖ്യമന്ത്രി VS ആണെങ്കിൽ അയാൾക്ക് അങ്ങനത്തെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ കൃത്യം നടപടി എടുത്തിരിക്കും. ആരും അങ്ങനത്തെ പരാതി കൊടുത്തില്ല. മെഡിക്കൽ കോളേജിൽ അങ്ങനെ പരാതി ആർക്കും ഉണ്ടായില്ല. പരിയാരം മെഡിക്കൽ കോളേജ് പഴയതിനെ പറ്റിയിട്ട് വളരെ മുമ്പോട്ട് വന്ന് നല്ല രീതിയിൽ നടത്തുന്ന ഒരു കോളേജായിട്ട് മാറിയിരിക്കുക. അതിലെല്ലാവരും സഹായം കൊണ്ട്, ഗവൺമെന്റിന്റെ സഹകരണ രംഗത്തിലവരെ നാട്ടുകാരൊക്കെ നല്ല സഹായം കൊണ്ടാണ്. അത് മറ്റൊന്നും കൊണ്ട് നമ്മൾ പറയുന്നില്ല, നല്ല സഹായം കൊണ്ട് നടന്നൊരു കോളേജാണ്. അതിൽ എന്തെങ്കിലും പോരായ്മ തീർച്ചയായും പരിഹരിക്കേണ്ടത് തന്നെയാണ്. ഇതിപ്പോൾ ഒരു പ്രത്യേക ഇഷ്യൂ ആയി വന്നതാണ്. അതിനെ കോളേജ് ബാധിക്കുന്ന കേസല്ല, അത് സംഘടനയെ ബാധിക്കുന്ന പ്രശ്നം. കോളേജ് പന്നേറെ കൂട്ട ആരും കൊടുക്കാൻ ആർക്കും കൊടുക്കാമല്ലോ. അതിനെന്തിൽ നിയമാനുസൃതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ. എത്രയോ ആളുകളെ മക്കൾ അതിൽ പഠിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പല മക്കളും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നേരെ കുറച്ച് കാഞ്ഞങ്ങാട് പുരുഷോത്തം വക്കീലിലെ മക്കളുടെയും പഠിച്ച ആരും പരാതി പറയില്ല. അങ്ങനെയല്ല, അതൊരു പുരുഷോത്തം വക്കീൽ പറഞ്ഞാൽ അയാൾ സ്വന്തം ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വഴിവിട്ടുണ്ടാക്കുന്നില്ല. അതൊരു പൊതുസമൂഹത്തിലാകൊണ്ട് അയാളെ മക്കൾ അതുപോലെ ഞാൻ പറയാം. അങ്ങനെയുള്ള ആളുടെ മക്കൾ പഠിച്ച ആരും പരാതി പറയില്ല. ഇത് ശേഷിയില്ലാത്ത മക്കളുടെ പഠിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പരാതി വരുന്നത്. എല്ലാ പാർട്ടിയിൽ തന്നെ പല നേതാക്കളുടെയും മക്കൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പുറത്തൊക്കെ പഠിക്കുന്നവരുണ്ടല്ലോ. അവരുടെ ഒന്നും കാര്യങ്ങൾ വലിയ ഒരു ഇഷ്യൂ ആവാതെ വന്നിട്ട് എല്ലാവരും ഇഷ്യൂ ആവുന്നുണ്ട്. ഈ അനർഹമായിട്ട് വന്ന ആളെ എല്ലാവരും ഇഷ്യൂ ആവാറുണ്ട്. നേരെ പഠിക്കാൻ ഇഷ്യൂ ആവുന്നില്ല. ഇപ്പൊ പുറത്തൊക്കെ അയച്ച മക്കളെ പഠിപ്പിക്കുന്ന എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ട്,
പണ്ട് സോവിയറ്റ് യൂണിയൻ കൃത്യമായി അയക്കുന്ന ആളാണ് നേരത്തെ ഗവൺമെന്റ് സഹായത്തോടുകൂടി. അത് ഗവൺമെന്റും തമ്മിൽ ബന്ധത്തിന്റെ ഫലമായിട്ട് പാർട്ടിയും തമ്മിൽ ബന്ധത്തിന്റെ ഫലമായിട്ട് അയക്കുന്നതായിരുന്നു. അങ്ങനെ അതൊന്നും വ്യവസ്ഥാപിതത്തിൽ കൂടിയാണ്. അത് ലംഘിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നത്. ഈ സ്വന്തം സർക്കാർ സ്കൂളുകളിൽ തന്നെ മക്കളെ പഠിപ്പിക്കുന്ന എത്ര അധ്യാപകർ ഇപ്പൊ KSTA സമരം ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് KSTAയിലുള്ള അധ്യാപകന്മാരുടെ മക്കള് സർക്കാർ സ്കൂളിലും സർക്കാർ സംവിധാനങ്ങളും അതൊരു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ KSTA മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾ പോലും, തെങ്ങുമ്പ് കയറുന്നവന്റെ ഓട്ടോറിക്ഷ തൊഴിലാളിയില് സാധാരണ മക്കൾ പോലും മാനേജ്മെന്റ് സ്കൂൾ മാത്രമല്ല, ഈ അൺഎയ്ഡഡ് സ്കൂളിലെ വലിയ ഫീസ് വാങ്ങുന്ന സ്കൂളിൽ പോയാൽ എന്തേ രക്ഷയില്ലൂ എന്നല്ലേ ഒരു ധാരണ വരികയാണ്. അതിന്റെ ഫലമായിട്ട് എന്താ പറഞ്ഞാൽ നമ്മൾ പൊതുമേഖലയിൽ പ്രത്യേകിച്ച് സ്കൂളുകൾക്ക് വലിയ മോശപ്പെട്ട് പേരുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു കുറേ കാലം. അതിൽ നിന്ന് നമ്മൾ നല്ല ക്യാമ്പയിൻ നടത്തി, പ്രത്യേകിച്ച് അവരുടെ രംഗത്തും ആ ക്യാമ്പയിൻ നടത്തിയതിന്റെ ഫലമായിട്ട് ഒരു മിക്ക അധ്യാപകരുടെ മക്കളും ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നത് മാത്രമല്ല, അവർ നന്നായി പഠിപ്പിക്കുന്നത് വരെ മാറി. അതിന്റെ ഫലമായിട്ടാണല്ലോ കേരളത്തിൽ കുറേ 4-5 കൊല്ലക്കാലം നല്ല റിസൾട്ട് വന്നത്. ഇപ്പൊ മാനേജ്മെന്റിനേക്കാൾ നല്ല റിസൾട്ട് സർക്കാർ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കി കഴിഞ്ഞാലും നല്ല സ്കൂൾ വന്നിരിക്കുന്നത്. അപ്പൊ മാനേജ്മെന്റിനേക്കാൾ നല്ല സ്കൂൾ സർക്കാർ സ്കൂളിൽ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിരിക്കുന്നത്. എന്നാലും ചിലരുടെ മക്കൾ അങ്ങനെ പോകുന്നുണ്ട്. ശരിയാണ്. എന്റെ പ്രദേശത്തിനോട് ഞാൻ ഇടപെട്ടൊരു കേസ് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരാൾ നമ്മൾ പാർട്ടി മെമ്പർഷിപ്പിന് ഒഴിവാക്കിയ ഒരു അധ്യാപകൻ നമ്മളങ്ങനെ ആ കാരണം പറഞ്ഞു. അയാൾ എന്തായാലും പാർട്ടി തീരുമാനിച്ചു. ഇതിന് പോലും അയാൾ മാറ്റാൻ കൂടാക്കുന്നില്ല. അതിന്റെ ഫലമായി അയാളെ പാർട്ടി മെമ്പർഷിപ്പ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു നയത്തിന്റെ ഫലമാണ്. ആ സ്കൂൾ നിലനിൽക്കണമെങ്കിൽ എടുത്ത് കൊണ്ടുവന്ന അതിൽ പോലും കാര്യം ഉണ്ടാക്കില്ല. അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. പിന്നെ അതിലെ ഒരു കാരണവശാലും നമ്മളെ എന്തോ ഒരു ഭ്രമമുണ്ട്. അങ്ങനെ സ്കൂളിൽ പോയി പഠിച്ചാൽ മാത്രമേ നമ്മളെ കുട്ടികൾ അങ്ങനെ ആകുന്നില്ല. ഞാനത് പല വേദിയിലും പറയാറുണ്ട്. ഞാൻ എൻ്റെ മക്കൾ പഠിച്ച ഗവൺമെന്റ് LP സ്കൂളാണ്. ആദ്യത്തെ മകൻ LP സ്കൂളിൽ പഠിച്ച്, രണ്ടാമത് ഹൈസ്കൂളും ഗവൺമെന്റ് പെരിയ പഠിച്ചു, മൂന്നാമത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പഠിച്ചു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം മംഗലാപുരം MBAക്ക് പോയത്. ഒരു ഇവിടെ LP സ്കൂൾ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചതിനോട് ഒരു കുറവ് വന്നില്ല. ഇപ്പം ഗൾഫിലാണ്. രണ്ടാമത്തെ എൻ്റെ മകളാണ്. ഓളും അതേ സ്കൂളാണ്, ഇതേപോലെ സ്കൂളാണ് പഠിച്ചത്. +2 ചട്ടഞ്ചാലാണ് പഠിച്ചത്. കോളേജ് കാസർഗോഡ് കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചത്. അത് കഴിഞ്ഞ് MSc കഴിഞ്ഞിട്ട് ഓൾ BEd കഴിഞ്ഞപ്പോൾ സർക്കാർ സ്കൂളിൽ അധ്യാപകയാണ്. ഈ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ വളരെ എളിമയോടെയുള്ള ജീവിതം, ആഡംബരങ്ങൾ അത്ര അതൊന്നും ഇല്ലാതെ എങ്ങനെയാണല്ലോ സാധാരണ നമ്മുടെ ഒരു പ്രമാണം. പക്ഷെ ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നെ വളരെ ആഡംബരമായി ജീവിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അതുകൊണ്ടാണല്ലോ VV രമേശിനെ പോലെയുള്ള ആൾക്കാർ ഉണ്ടാവുന്നത് പറയണമെങ്കിൽ തെറ്റും. അതെന്താണ് ആഡംബരമായ ജീവിതം മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കണമെങ്കിൽ അതിന് പാലിക്കപ്പെടേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലെങ്കിൽ കടമകളുണ്ട്. ആ കടമ നിർവഹിക്കണമെന്നിലാണ്. അതെന്ത് പറയുന്നു പറഞ്ഞാൽ, മറ്റിടത്തെ പുരുഷ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചവനായിരുന്നു വ്യത്യാസം. എല്ലാവരും ഒരുപോലെ. അപ്പൊ അതല്ല എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ സംവിധാനവും പെരുമാറ്റങ്ങളും അതുപോലെ ജീവിത രീതിയായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എന്നതാണ് ഒരു പൊതുവിൽ ധാരണ. അത് ചില വ്യതിചലിക്കുന്നു. വ്യതിചലിച്ചിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അത് അനുഗ്രഹിച്ച് രമേശനാവുന്നു എന്ന് പറയുന്നത് ശരിയൊന്നുമല്ല. അങ്ങനെ എത്രയോളം അങ്ങനെ ഉണ്ട്. അത് ഈ പാർട്ടിയിലുണ്ട്, എല്ലാത്തിലും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന ചില ദൂഷ്യങ്ങളുടെ ഫലമായിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് കൊണ്ട് കാസർഗോഡ് നടന്നു വന്നിന് ഇപ്പോൾ നടന്നു വന്നാലും വരുമോ? കാലം മാറി. ഇപ്പോൾ പണ്ടത്തെ MLA മാർക്ക് നമുക്ക് കാറൊന്നും ഉണ്ടായില്ല. ഇപ്പൊ MLA ഇങ്ങനെ ബസ്സിന് പോയിക്കൊണ്ട് നടക്കുന്നതായിരുന്നില്ല. അത് ഓടി അടുത്തൂല്ല അടുത്തേക്ക്. താങ്കള് വലിയ മണ്ഡലമാണ്. അപ്പൊ എങ്ങനെയാണ് താങ്കൾ അവിടേക്കൊക്കെ ഈ പ്രായത്തിൽ ഓടിച്ചാടിയത്? ഞാൻ ഇപ്പൊ എനിക്കൊരു സ്വന്തമായിട്ട് ചെറിയ ഓൾട്ടോ കാറുണ്ട്. അത് ഞാൻ വാങ്ങിയിട്ട് 5 കൊല്ലം 4 കൊല്ലം 5 കൊല്ലം ആയിരുന്നു. അന്ന് 2 ലക്ഷത്തി ചില രൂപ കൊടുത്ത് വാങ്ങിയത്. എനിക്ക് അതിന് മുമ്പ് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല കൃഷിക്കാരനും കൂടിയാണ്. സാധാരണ കൃഷി എന്റെ ജീവിതമാർഗം കൃഷിയാണ്. പരമ്പര എന്റെ കുടുംബം അങ്ങനെയാണ്. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ജീപ്പ് വാങ്ങിയത്. അപ്പൊ അത് ഞാൻ ഇടക്കാലത്ത് വിറ്റിട്ട് രണ്ടാമത് ഞാനൊരു ഓൾട്ടോ കാർ വാങ്ങി. ആപ്പിൽ യാത്ര ചെയ്യുന്നതിലാണ്. ആ വണ്ടി ഇപ്പോൾ ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോഴത്തെ യാത്ര ചെയ്തത്. അപ്പോൾ സർക്കാർ ഈ പെട്രോളിന് ഒരു സഹായം കൊടുക്കുന്ന സ്കീമുണ്ട്. അപ്പൊ അതുകൊണ്ട് കിട്ടിയാലും കുറച്ച് പരിഹരിക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പുറമെ ഞാനിപ്പോൾ ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, ഒരു ജീപ്പ്. അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിലേക്ക്. അതെ, അതെ. കിഴക്കോട്ടൊക്കെ പോകാൻ പിന്നെ ജീപ്പല്ലാണ്ട് മറ്റു പറ്റുന്നില്ല. ആടോട്ടി പോയാൽ ഈ വണ്ടി വെച്ച് വേറെ ജീപ്പ് എടുത്ത് പോകണം. അപ്പൊ അതൊക്കെ വലിയ ബാധ്യതയാണ്. അപ്പൊ ഏതായാലും താങ്കള് വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. താങ്കൾക്ക് എല്ലാവിധ ഭാവങ്ങളും. ശരി, നിങ്ങളുടെ സഹായം ഉണ്ടായത് നന്നാക്കാൻ കഴിയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്.